നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു കഥ ആയിട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഭാമയെ കാണാനായിട്ട് ചന്ദ്രമതി ഭാമയുടെ വീട്ടിലേക്ക് വന്നു. ഭാമയെ കണ്ട ഉടനെ ചന്ദ്രമതി പറഞ്ഞു, ഇടി സീഡ്സ് ഉള്ളത് ഇരിപ്പുണ്ടോ? ഇപ്പൊ എന്തിനാ സീഡ്സ് കഴിക്കണേ? സന്തോഷം വരുമ്പോ ഒക്കെ കഴിക്കുന്നതല്ലേ. എന്തെങ്കിലും സന്തോഷം ഉണ്ടായോ? പിന്നല്ലാതെ ഒരു സന്തോഷ വാർത്തയുണ്ട്. നീ കാര്യം എന്താ വെച്ചാ പറ ചന്ദ്രേ. അതെ, ഞാൻ ഹേമയും കൂടെ വിളിച്ചിട്ടുണ്ട്, ഹേമയും കൂടെ വരട്ടെ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹേമ അങ്ങോട്ടേക്ക് വരുന്നത്. ഹേമയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി പറഞ്ഞു, ഹേമയെ ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി ഞാൻ വിളിപ്പിച്ച. അല്ല, എന്താ കാര്യം എന്താ? അതെ, ഹേമയ്ക്ക് ഒരു ഓർഡർ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ. അത് നിങ്ങളുടെ മരുമോള് കാണോ? എന്റെ മരുമോളോ? എന്റെ മരുമോളെന്നൊന്നും പറയണ്ട, എനിക്ക് അവളെ മരുമകളായിട്ട് കാണാൻ പറ്റില്ല. അപ്പോഴേക്കും ഭാമ ചോദിച്ചു, പിന്നെ നിന്റെ മരുമകളാരാ? ശ്രുതിയാണോ? ദേ, നല്ലൊരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ പേര് അതിനകത്തേക്ക് അടുത്ത് ഇടല് ഭാമേ. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? പിന്നീട് ഹേമയോട് പറഞ്ഞു, അതെ, രേവതി പണത്തിന് വേണ്ടിയിട്ട് ഓടി നടക്കുമായിരുന്നു. പൂ വാങ്ങണമെങ്കിൽ 5 ലക്ഷം രൂപ കൊണ്ട് അഡ്വാൻസ് കൊടുക്കണമെന്ന്. ആ പണം അവളുടെ ഇല്ല. അവൾ ചോദിക്കുന്നിടത്തൊക്കെ ചോദിച്ചു. പിന്നെ അത് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു രവിയേട്ടൻ. പക്ഷേ ഞാനേ തടഞ്ഞു. അവൾക്ക് പണം കിട്ടാനുള്ള ആ വഴി ഞാൻ അങ്ങോട്ട് അടച്ചു. അതുകൊണ്ട് ഇനി അവൾക്ക് പണമൊന്നും കിട്ടാൻ പോകുന്നില്ല. പണം കിട്ടാതെ വന്നാൽ അവൾക്ക് പൂവിന് ക്യാഷ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഈ ഓർഡർ ക്യാൻസൽ ആവില്ലേന്ന് ചോദിച്ചു. അതെ അതെ, ഓർഡർ ക്യാൻസൽ ആവും. അപ്പൊ പിന്നെ ഓർഡർ എനിക്ക് തന്നെ കിട്ടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അതെ, അങ്ങനെ വേണം. ഹേമയ്ക്ക് തന്നെ വേണം ഈ ഓർഡർ കിട്ടാനായിട്ട്. ഒരു കാരണവശാലും അവൾക്ക് കിട്ടാൻ പാടില്ല. ഹേമ പറഞ്ഞു, ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരിക്കുന്ന ഓർഡറാ. അവൾക്കിട്ട് പണി കൊടുക്കാൻ പറ്റിയ സമയമാണ്. ഹേമ, എന്റെ എന്ത് സഹായം വേണം ഹേമ ചോദിച്ചോണം. ഞാൻ എന്ത് സഹായം വേണം ചെയ്തു തരാം. ഹേമയ്ക്ക് അറിയാലോ, എനിക്ക് അവളെ എങ്ങനെയെങ്കിലും തറ പറ്റിച്ചാൽ മതി. അതൊന്നും ഓർത്തിട്ട് ചന്ദ്രമതി ചേച്ചി വിഷമിക്കൊന്നും വേണ്ടെന്നേ. വേണ്ടുന്ന സഹായം ഞാൻ ചെയ്തു തന്നോളാം. അതും പറഞ്ഞിട്ടാണ് ഹേമ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോഴേക്കും ചന്ദ്രമതി ഭാമയോട് വെച്ച്, നിനക്ക് സന്തോഷമായില്ലേ? എനിക്കോ? എനിക്ക് എന്തിനാ സന്തോഷമാവുന്നേ? ചന്ദ്രൻ നിന്റെ മരുമോളല്ലേ രേവതി. അപ്പൊ പിന്നെ അവൾക്ക് ഇങ്ങനെ ഒരു വേണ്ടിയിട്ട് മിണ്ടല്ലേ നീ ഭാമേ. അവൾ എന്റെ മരുമോളൊന്നും അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാലും ചന്ദ്രൻ, ഇത് ശരിയാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പിന്നെ രേവതിയുടെ കാര്യം അറിയാലോ. അവൾ ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവൾ ചെയ്യുക തന്നെ ചെയ്യും. നീ ഇപ്പൊ എന്ത് റിസ്ക് എടുത്തെന്ന് പറഞ്ഞാലും അവൾ അത് ചെയ്യും. 1-2 ദിവസം കൂടെ ഉണ്ടല്ലോ ഇനി പൂവിന് അഡ്വാൻസ് കൊടുക്കാനായിട്ട്. അവളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം അവൾ ചെയ്യും. നീ നോക്കിയോ ചന്ദ്രേ. നീ ഉദ്ദേശിച്ചൊന്നും പോലൊന്നും അല്ല സച്ചിൻ രേവതി. അവർക്ക് ഈ കാര്യങ്ങളൊക്കെ പുഷ്പം പോലെ സാധിച്ചെടുക്കാൻ പറ്റും എന്ന് ചന്ദ്രമതിയോട് ഭാമ ഉറപ്പിച്ചു പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ ചന്ദ്രമതി വീട്ടിലേക്ക് വരുമ്പോ വർഷയുടെ തലമുടിയൊക്കെ തോർത്തി കൊടുത്തോണ്ടിരിക്കുവാണ് രേവതി. വർഷ പറഞ്ഞു, വേണ്ട ചേച്ചി മതി, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. രവീന്ദ്രൻ പറഞ്ഞു, നന്നായിട്ട് അങ്ങോട്ട് തോർത്തി കൊടുക്കും മോളേന്ന് പറഞ്ഞു. ഇതൊക്കെ ചന്ദ്ര ചെയ്യേണ്ട പണികളാ. അപ്പോഴേക്കും ചന്ദ്ര വന്നിട്ട് ചന്ദ്രയെ നോക്കിയാണ്. ചന്ദ്രയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇവള് സോപ്പിടാൻ വേണ്ടി എന്തൊക്കെയാ ചെയ്തോണ്ടിരിക്കുന്നത്, താൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ വർഷയുടെ അടുത്തേക്ക് എന്നിട്ട് ചന്ദ്രമതി ചോദിച്ചു, എന്താടി നീ എന്താ കാണിച്ചോണ്ടിരിക്കണം? ഞാനെന്താ കാണിച്ചോണ്ടിരിക്കുന്നത്? നിനക്ക് കൈയില്ലേ? ഉണ്ടല്ലോ. അതും പറഞ്ഞ് വർഷ കൈ കൊണ്ട് പൊക്കി കാണിച്ചു. അപ്പോഴേക്ക് സച്ചു പറഞ്ഞു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം വർഷയെന്ന് പറഞ്ഞു. ഈ സമയത്ത് രേവതി ചോദിച്ചു, എന്താ അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കണേന്ന് ചോദിച്ചു. പിന്നെ എടി, 3 പ്രസവിച്ചാ ഞാൻ. എനിക്ക് ഇങ്ങനെ ചെയ്താനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ സ്വന്തമായിട്ടാ ചെയ്തേ. കുറച്ച് ജോലികളൊക്കെ ഇങ്ങനെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് പെൺകുട്ടികൾ ചെയ്യണമെന്ന് പറഞ്ഞു. സച്ചു പറഞ്ഞു, ഇപ്പോഴെങ്ങനെ സമാധാനമായി എനിക്ക്. അച്ഛാ, അമ്മ പറഞ്ഞു കേട്ടോ 3 പ്രസവിച്ചെന്ന്. സാധാരണ അമ്മ 2 പേരുടെ മക്കളുടെ കാര്യമേ പറയാറുള്ളൂ, എന്നെക്കുറിച്ച് പറയാറില്ല. ഇപ്പോഴെങ്കിലും അമ്മ സമ്മതിച്ചല്ലോ 3 പ്രസവിച്ചെന്ന്. എടാ, ഇപ്പോഴതാണ് ഇവിടുത്തെ വലിയ പ്രശ്നം. അല്ലായിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അമ്മ പറഞ്ഞു കേട്ട കാര്യമുണ്ടല്ലോ, അത് നല്ലതായിട്ടാ എനിക്ക് തോന്നുന്നേ. രവീന്ദ്രൻ ചോദിച്ചു, നിനക്ക് എന്താ ചന്ദ്രേ? നീ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആ പെങ്കുച്ചി ചെയ്യുന്നുണ്ട്. അതിനിവിടെ എന്തൊക്കെ ജോലികളുണ്ട്. നീ എന്തേലും ഒരു ജോലി ചെയ്യാറുണ്ടോ? എന്നിട്ട് കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം ഇരിക്കുന്നു. നീ ആകെപ്പാടെ ചെയ്യുന്നൊരു കാര്യം ഫുഡ് കഴിക്കുക, കൈ കഴുകുക മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു ജോലി പോലും ചെയ്യാതെ കുറ്റം പറയാനായിട്ട് ഇരിക്കുമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ ചീത്ത പറഞ്ഞു കഴിഞ്ഞപ്പോ ചന്ദ്രമതി രൂക്ഷമായിട്ട് നോക്കുവാണ് രവീന്ദ്രനെ. അപ്പോഴേക്കും വർഷ അങ്ങോട്ട് ശരി ചേച്ചി മതിയെന്നും പറഞ്ഞുകൊണ്ട് വർഷ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. രേവതി പറഞ്ഞു, വർഷയ്ക്ക് വിഷമമായെന്ന് തോന്നേ. ചന്ദ്രമതി പറഞ്ഞു, വിഷമമാവണമെങ്കിൽ എന്താ ഇപ്പൊ? ചന്ദ്രമതി ദേഷ്യത്തോടെ ഓടി നോക്കി. അപ്പോഴേക്കും രവീന്ദ്രൻ അങ്ങോട്ട് രേവതി ചോദിച്ചു, മോളെ നിനക്ക് പണമൊക്കെ ആയോ? കാരണം 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കണമല്ലോ, ആ പൈസ ആയെന്ന് ചോദിച്ചു. ഇല്ല അച്ഛാ, കുറച്ച് പൈസയും കൂടെ വേണം. അതിനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ദേവു എവിടുന്ന് സംഘടിപ്പിച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ആണോ? എങ്കിൽ പിന്നെ പേടിക്കേണ്ട ഇല്ലല്ലേ? ഇല്ലാന്ന് പറഞ്ഞു. രവീന്ദ്രൻ കയറി പോയി കഴിഞ്ഞപ്പോ ചന്ദ്രമതി രേവതിയെ നോക്കി ഒരു ചിരി അങ്ങോട്ട് ചിരിക്കുകയാണ്. ചിരി ഇരിച്ചിട്ട് പോയി കഴിഞ്ഞപ്പോ രേവതി ചോദിച്ചു, അല്ല ഇത് അമ്മയ്ക്ക് ഇത് എന്തു പറ്റി? അമ്മ എന്റെ മുഖത്ത് നോക്കി ചിരിച്ചിരിക്കുന്നു.
രേവതി എങ്കിൽ സൂക്ഷിക്കണം. അമ്മയുടെ ചിരിയുണ്ടല്ലോ അത് അപകടമാണ്. എന്താ സച്ചേട്ടാ അങ്ങനെ? ആ ചിരിയിൽ എന്തൊക്കെയോ അർത്ഥങ്ങളുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ സൂക്ഷിക്കാനുള്ള നമ്മൾ സൂക്ഷിക്കണ്ടേന്ന് ചോദിച്ചു. അതൊന്നും സാരമില്ല സച്ചേട്ടാ. അതും പറഞ്ഞിട്ട് രേവതി സന്തോഷത്തോട് കൂടിയിട്ടാണ് അകത്തേക്ക് കയറി പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ സുധിക്ക് നല്ല പനിയുണ്ടായിരുന്നു. സുധിക്കുള്ള മരുന്നൊക്കെ ആയിട്ട് ചന്ദ്രമതി അങ്ങോട്ട് വന്നു. അങ്ങനെ ഗുളികയൊക്കെ എടുത്ത് കൊടുക്കുന്ന സമയത്ത് രവീന്ദ്രൻ അത് വന്ന് നോക്കിയിട്ട് സുധിയുടെ അടുത്ത് വന്ന് എന്നിട്ട് പറഞ്ഞു, എന്നാലും നിനക്ക് ഇങ്ങനൊരു അവസ്ഥ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല മോനെ. പെട്ടെന്ന് ചന്ദ്ര ചോദിച്ചു, എന്താ അവസ്ഥ? അവനിപ്പോ എന്താ പ്രത്യേകിച്ച് അവസ്ഥയുള്ളേ? അവനൊരു പ്രശ്നമില്ലല്ലോ. ദേ ചന്ദ്രേ, നീ ഒന്നും അറിയത്തില്ലാത്ത പോലെ സംസാരിക്കരുത്. അവന്റെ വിഷമം എന്താന്ന് നമ്മൾ കാണണം. അവൻ എന്ത് വിഷമമുള്ളത്? എടി, അവന്റെ ഭാര്യയല്ലേ ശ്രുതി. ഓ, ഭാര്യ മിണ്ടിപ്പോയേക്കത് അവളെ കുറിച്ച്. അവളെ പോലുള്ള ഒരുപെട്ടവളെ ഞാൻ കണ്ടിട്ടില്ല എന്റെ ജീവിതത്തില്. ചന്ദ്രേ, അവൾക്ക് മാറാനായിട്ടൊരു അവസരം കൊടുത്തുകൂടെ? പിന്നെ മാറാനായിട്ട് അവൾ ഒരു കാലത്തും മാറാനൊന്നും പോകുന്നൊന്നുമില്ല. എനിക്ക് മനസ്സിലായി. അവള് തെറ്റ് ചെയ്തേക്കാളും ഉപരി നിന്നെ വേദനിപ്പിച്ച മറ്റൊരു കാര്യം, അവള് പണക്കാരി അല്ലെന്നുള്ളതല്ലേ. അതുകൊണ്ടല്ലേ ഇങ്ങനെ നീ. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, ദേ രവിയേട്ടാ, വെറുതെ ഓരോ കാര്യം പറഞ്ഞുകൊണ്ട് വന്നേക്കരുത്. എന്റെ സുധിക്കിനി അവളെ വേണ്ട. നല്ല കോടീശ്വരരെ പെണ്ണിനെ കൊണ്ട് ഞാൻ എന്റെ മോനെ വിവാഹം കഴിപ്പിക്കും. അത് കേട്ട സുധിയുടെ മുഖമൊക്കെ വല്ലാതായി. മോൻ വിഷമിക്കൊന്നുണ്ട്, പനിയൊന്ന് കുറയട്ടെ, എന്നിട്ട് നമുക്ക് നല്ലൊരു വക്കീലിനെ പോയി കാണാം. എത്രയും പെട്ടെന്ന് തന്നെ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ നടത്താന്ന് പറഞ്ഞു. അത് കേട്ടതിന് രവിയെന്ന് ചോദിച്ചു, നിന്റെ തലയ്ക്ക് എന്താ ചന്ദ്രേ, ഭ്രാന്തുണ്ടോന്ന് ചോദിച്ചു. ദേ രവിയേട്ടാ, രവിയേട്ടനൊന്നും പറയണ്ട. എന്റെ മോന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാനായിട്ട് എനിക്കറിയാം. അതും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ചന്ദ്രമതി പോയി. സുധിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോ ദേവു ഫിനാൻഷ്യറെ കാണാനായിട്ട് പോകുന്ന സമയത്താണ് അരുൺ അങ്ങോട്ടേക്ക് വരുന്നത്. അല്ല, നീ ഇതെങ്ങോട്ടാ? ഇതുവഴി? അതെ, എനിക്ക് കുറച്ച് പൈസയ്ക്ക് ആവശ്യമുണ്ട്. ഇവിടെ തൊട്ടടുത്തൊരു ഫിനാൻഷ്യർ ഉണ്ട്, അയാളെ കാണാൻ പോവാ. പൈസയ്ക്ക് ആവശ്യമോ? പെട്ടെന്ന് അരുൺ ബൈക്ക് നിർത്തി. അല്ല, എന്താ നിനക്കിപ്പോ ഇത്ര അത്യാവശ്യം? അത് പിന്നെ ചേച്ചിക്ക് വലിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന് 5 ലക്ഷം രൂപ പൂവിന് അഡ്വാൻസ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാ. കുറച്ച് പൈസയുടെ കുറവുണ്ട്, ഒരു 1 ലക്ഷം രൂപയുടെ. അത് ചോദിക്കാൻ വേണ്ടി പോന്ന. ഫിനാൻഷ്യറുടെ കയ്യിൽ നിന്നൊക്കെ പൈസ വാങ്ങും, കുറെ പൈസ ആവൂലേ, പലിശ ആവൂലേ? അതിന്റെ ആവശ്യമുണ്ടോ ദേവു? കാര്യം നടക്കണ്ടേ അരുണേട്ടാ. ഇതേ, എന്നോട് ഒരു വാക്ക് ചോദിക്കാൻ പറ്റായിരുന്നോ? ഞാൻ തരില്ലായിരുന്നോ? അരുണേട്ടനോ? ഞാൻ തരാം. വേണ്ട, അത് ശരിയാകത്തില്ല. ഓഹോ, അപ്പൊ അയാളുടെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ കുഴപ്പമില്ല, എന്റെ കയ്യിൽ നിന്ന് മേടിക്കാനേ പ്രശ്നമുള്ളൂ അല്ലേന്ന് ചോദിച്ചു. അല്ല, അത് മര്യാദയ്ക്ക് നീ ഇങ്ങോട്ടേക്ക് കയറാൻ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു? ദേവുവിനെ കൂട്ടിക്കൊണ്ട് അരുൺ പോയി. അങ്ങനെ പൈസയൊക്കെ എടുത്ത് ദേവന്റെ കൊടുക്കുകയാണ്. പിന്നീട് ദേവു പറഞ്ഞു, അതെ, ഞാൻ ചേച്ചി ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു രേവതിയെ വിളിച്ചു. രേവതിയെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യാം, പൈസ റെഡി ആയിട്ടുണ്ട്, ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. റെഡിയായോ? അതൊക്കെ റെഡി ആയിട്ടുണ്ട്, ചേച്ചി വരാൻ പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അരുൺ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടെ ഇവിടെ നിൽക്കാം, നിന്റെ ചേച്ചി എനിക്കൊന്ന് കാണാലോ. അതെ, അങ്ങനെ ഇപ്പൊ കാണുമൊന്നും വേണ്ട, പിന്നെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. എങ്കിൽ ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അരുൺ അവിടെ വന്ന് പോയി. കുറച്ചേരം കഴിഞ്ഞപ്പോൾ രേവതി അങ്ങോട്ട് വന്നു. രേവതി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദേവു പൈസ കൊടുക്കുവാണ്. അല്ല മോളെ, നിനക്കിത് എവിടുന്ന് എത്ര പെട്ടെന്ന് ഈ പൈസ? എൻ്റെ ഒരു ഫ്രണ്ടിനോട് വാങ്ങിയതാ. ഞാനാണെങ്കിൽ ആരുടെയും ചോദിക്കാൻ മടിക്കാതിരിക്കുമ്പോൾ നീ ആണെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി. അതൊന്നും സാരമില്ല ചേച്ചി. എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടല്ലേ ഇതല്ല, ഇതിലപ്പുറം ഞാൻ ചിലപ്പോൾ ചെയ്തെന്നിരിക്കും. കാരണം ചേച്ചി എനിക്ക് വേണ്ടി എന്തൊക്കെയാ ചെയ്തു തന്നിരിക്കണേ. അപ്പൊ പിന്നെ ചേച്ചിക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്തു തരണ്ടേ? അല്ല ദേവു, അത് പിന്നെ ചേച്ചി ധൈര്യമായിട്ടിരിക്കുക, ഞാൻ അല്ലേ പറയണമെന്ന് ചോദിച്ചു. അങ്ങനെ പണമൊക്കെ വാങ്ങിക്കൊണ്ട് രേവതി എന്ത് ചെയ്തു? വീട്ടിലേക്ക് വരുമ്പോഴത്തേനും സച്ചിക്ക് ഒരു ഓട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു. ശരി ശരി, ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി കോള് കട്ട് ചെയ്തു. അപ്പോഴേക്കുമാണ് രേവതി പൈസ കൊണ്ട് കാണിക്കുന്നത്. സച്ചേട്ടാ നോക്ക്, ഇതെവിടുന്ന് നിനക്ക് പൈസ? അതെ, ദൈവം ഒരു ഫ്രണ്ടിനോട് വാങ്ങി തന്നാന്ന് പറഞ്ഞു. ഇപ്പൊ 5 ലക്ഷം രൂപയായി, ഇത് കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. കൊടുക്കണം, എനിക്കോട് വരണമെന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്കൊരു ഓട്ടം ഉണ്ടല്ലോ. അത് സാരമില്ല സച്ചേട്ടാ, ഞാൻ പോയിക്കോളാം. പിന്നെ സ്കൂട്ടിയും കൊണ്ട് പോകാൻ പറ്റില്ല, ഇവിടെ വരെ സ്കൂട്ടിയും കൊണ്ട് വന്ന് ഒരു വിധത്തില്ല, ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിന്ന് പോവാ, അതൊന്നും കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി പറഞ്ഞു, എങ്കിൽ ശരി, നീ പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ രേവതി പോവാനായിട്ട് ഒരുങ്ങുവാണ്. അതിന്റെ കഥകളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.